Okay, so good evening all. അപ്പോൾ നമുക്ക് പാർട്ട് 2 MCQന്റെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ ഇത് ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതിനകത്തിപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഓക്കെ ടി എന്ന് പറയുന്നത് x2 is equal to tx1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടി എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ? ടി എന്ന് പറയുന്നത് x2/x1 ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പൊ ഇവിടുത്തെ ഫോർവേഡ് പാത്ത് ഗെയിൻ എത്രയാ ഫോർവേഡ് പാത്ത് ഗെയിൻ? എത്രയാ ഫോർവേഡ് പാത്ത് ഗെയിൻ? ഇൻപുട്ടും ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ 5 അല്ലേ? ഡിവൈഡഡ് ബൈ, അതിനകത്ത് നോൺ ടച്ചിങ് ആയിട്ടുള്ള ലൂപ്പുകളൊന്നുമില്ല, ഒരു ലൂപ്പേ ഉള്ളൂ, അത് ആ ഫോർവേഡ് പാത്തിൽ തന്നെ ടച്ചിങ് ആണ്. സോ ഡിവൈഡഡ് ബൈ ഡെൽറ്റ. ഡെൽറ്റ എങ്ങനെ കണ്ടുപിടിക്കുക? ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഒറ്റ ഒരു ലൂപ്പല്ലേ ഉള്ളൂ. സോ 1 മൈനസ് ആ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് 0.5 ആണ്. സോ 0.5 ആണ് ഡെൽറ്റ. സോ ഇറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ 0.5. ആൻസർ ഈസ് 10. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കുറെ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. മേസൺസ് ഫോർമുല വെച്ചിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് മേസൺസ് ഫോർമുല അപ്ലൈ ചെയ്തിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ആൻസർ ചെയ്ത് നോക്കിക്കോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞോളൂ. ഓക്കെ, ഞാനിവിടെ ചെയ്യാം. പാരലായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. സോ ഇവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ C/R ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഡയറക്ട്ലി നമുക്ക് C/R കാണാം. C/R എന്ന് പറയുമ്പോഴത്തേക്കും ഫോർമുല അറിയാമല്ലോ, മേസൺ ഫോർമുല വെച്ച് എങ്ങനെയായിരുന്നു? PK അല്ലെ, ഫോർവേഡ് പാത്ത് കാണുക, പിന്നെ അതിന്റെ ഡെൽറ്റ കെ കാണുക. ഓക്കെ, സമ്മേഷൻ എല്ലാം കൂടി സം ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ. ഒരു കൗണ്ടർ ഉണ്ട്, K is equal to 1 to n. ഓക്കെ, ഇത് നമ്മുടെ മേസൺസ് ഫോർമുലയുടെ ഫോർമുല ഞാൻ എഴുതുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഡയറക്ട്ലി എഴുതാം നമുക്ക്. ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ C/R എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേ. ഇവിടെ ഒറ്റ ഒരു ഫോർവേഡ് പാത്തല്ലേ ഉള്ളൂ. ഏതാ ഫോർവേഡ് പാത്ത്? G1, G2, G3, G4. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 മൈനസ്. ഉത്തരം കിട്ടിയോ? ആർക്കെങ്കിലും ട്രൈ ചെയ്തോളൂ കേട്ടോ. 1 മൈനസ് ഏതൊക്കെ ലൂപ്പുകൾ? G1 ഉണ്ട്, പിന്നെ G2 ഉണ്ട്, പിന്നെ G3 ഉണ്ട്, ദെൻ G4 ഉണ്ട്. ഓക്കെ, പ്ലസ് ഇനി നോൺ ടച്ചിങ് പെയേഴ്സ്. ഓക്കെ, 2 നോൺ ടച്ചിങ് ലൂപ്പുകൾ ഏതൊക്കെ എഴുതാൻ പറ്റും നമുക്കിവിടെ? ഒന്ന് G1ഉം G3, ഇത് രണ്ടും നോൺ ടച്ചിങ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ G1ഉം ഈ G4ഉം ഈ ലൂപ്പും അല്ലെ, G1 G4ഉം നോൺ ടച്ചിങ്. അതുകൊണ്ട് തന്നെ G2 വിത്ത് G3 നോൺ ടച്ചിങ് ആണ്. G2 വിത്ത് G4ഉം എന്താണ്? നോൺ ടച്ചിങ്. അപ്പൊ ഇവിടെ ആൻസർ കിട്ടിയ ഓപ്ഷൻ G1 G3. ഓക്കെ, ആ മൈനസ് അങ്ങ് പോകും. G1 G4, G2 G3. ഓക്കെ, ഓപ്ഷൻ കിട്ടിയോ? G1 G2 G3 G4 divided by 1 plus G1. ആൻസർ കിട്ടിയെങ്കിൽ പറഞ്ഞോളൂ. G3 G4 പ്ലസ് G1 G3 പിന്നെ പ്ലസ് G1 G4 പ്ലസ് G2 G3 പ്ലസ് G2. കിട്ടിയോ ആൻസർ? ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കിക്കേ, എന്ത് കിട്ടും? G1 G2 G3 G4 ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ എല്ലാ ഓപ്ഷനും സെയിം, അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനേ പറ്റില്ല. ഡിനോമിനേറ്ററിനകത്ത് ഇനി ഒന്ന് കോമൺ എടുത്താൽ മതി. കോമൺ എടുത്തു കഴിയുമ്പോൾ എന്താ കിട്ടുക? ഓക്കെ, അല്ലെങ്കിൽ കോമൺ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ എന്തായാലും ഇതല്ല ബിക്കോസ് താഴെ നോക്കിക്കേ, ഇതെന്തായാലും വരില്ല. ബാക്കി ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ തന്നെ ചെയ്താൽ മതി. മറ്റേത് ഓരോ ഓപ്ഷൻ എടുത്ത് ട്രൈ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിനെ നമുക്ക് കിട്ടിയ ആർക്കെങ്കിലും G1 പ്ലസ് G2 പ്ലസ് G3 നമുക്ക് കോമൺ എടുക്കാൻ പറ്റുന്നതിനകത്തൊന്ന് കോമൺ എടുക്കുവാണെങ്കിൽ G3 നമുക്ക് ഇതിൽ നിന്നും കോമൺ എടുക്കാം. സോ ഇഫ് യു ടേക്ക് G3 കോമൺ, എന്തായിരിക്കും? 1 പ്ലസ് G1 പ്ലസ് G2. ഓക്കെ, ഇനി മറ്റ് ടേമുകളിൽ നിന്ന് നമുക്ക് G4 കോമൺ എടുക്കാം. G4 കോമൺ എടുക്കുവാണെങ്കിൽ ദാറ്റ് മീൻസ് ഇതിൽ നിന്നും
ഇതിൽ നിന്നും കോമൺ എടുക്കുകയാണെങ്കിൽ 1 പ്ലസ് എന്താ വരുന്നത് അഗെയിൻ G1 പ്ലസ് G2 വരും. ഓക്കെ, ഇനി ഡിനോമിനേറ്റർ നോക്കിക്കേ. അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? G1 G2 G3 G4 ബൈ ഡിനോമിനേറ്ററിൽ നിന്ന് 1 പ്ലസ് G1 പ്ലസ് G2. ഓക്കെ, ഹോൾ കോമൺ ആയിട്ട് എടുക്കാം ബിക്കോസ് ഇതിനകത്തും വരും. ഓക്കെ, അപ്പം ഇതും വരും. ഓക്കെ, അപ്പൊ അത് കോമൺ എടുക്കുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബിക്കം 1 പ്ലസ് ഇതിന് 1 വരും, ഇത് 1 വരും. ദെൻ ഇവിടെ G3 പ്ലസ് G4. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞോളൂ, ആൻസർ പറഞ്ഞേ. ഒരു മിനിറ്റ് എടുത്തിട്ടേ ഇത് ശരിക്കും സോൾവ് ചെയ്യാവുള്ളൂ. മീൻസ് ആ ടൈം നിങ്ങൾ കീപ്പ് ചെയ്ത് ചെയ്യണം. ഓക്കെ, ഇതിന്റെ ആൻസർ ഒന്ന് വേഗം ഒന്ന് പറയാവോ? ചെയ്ത് നോക്കിക്കോളൂ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു ഫോർവേഡ് പാത്ത് ഏതൊക്കെ വരും? 2 ഫോർവേഡ് പാത്ത് ഉണ്ട് അല്ലേ? ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സ്ട്രെയിറ്റ് പോകാം, മറ്റൊന്നെന്ന് പറയുന്നത് ഇതും വരും, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയും പോകാം. ഓക്കെ, ഇത് 2 ഫോർവേഡ് പാത്തേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഫോർവേഡ് പാത്തിൽ ഞാൻ ഇപ്പൊ വച്ച ഫോർവേഡ് പാത്തിൽ ടച്ച് ചെയ്യാത്ത ഒരു ലൂപ്പ് ഇതാണ്. ഓക്കെ, അതേ ഉള്ളൂ. മറ്റേ ഫോർവേഡ് പാത്തിനകത്ത് ഒന്നും നോൺ ടച്ചിങ് ആയിട്ടില്ല, എല്ലാം ടച്ചിങ് ആണ്. ഏതാ? ഈ ഫോർവേഡ് പാത്തിൽ എല്ലാ ലൂപ്പുകളും ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ 1, 5 എന്ന് പറഞ്ഞ ഫോർവേഡ് പാത്തിൽ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ലൂപ്പ് നോൺ ടച്ചിങ് ആണ്. ഓക്കെ, ഇനി എഴുതാമല്ലോ. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ സ്ട്രെയിറ്റ് പാത്തിന്റെ എഴുതുവാണെങ്കിൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 1 പ്ലസ് ആൻസർ കിട്ടിയോ ആർക്കെങ്കിലും? പ്ലസ് 1 ഇൻറ്റു 5. അടുത്ത ഫോർവേഡ് പാത്താണ് ഞാൻ എഴുതുന്നത്, ഇത് 1 ഇൻറ്റു 5 ഇൻറ്റു 1. അതിന് നോൺ ടച്ചിങ് ആയിട്ടുള്ള ഒരു ലൂപ്പ് ഉണ്ട് അല്ലേ? അപ്പൊ അതിവിടെ എഴുതണം. ഡെൽറ്റ 1 വരും, ദറ്റ് ഈസ് ഇൻറ്റു 1 പ്ലസ് 3. ഓക്കെ, ഡെൽറ്റ 2. ഡെൽറ്റ 1 ഇവിടെ ഇല്ല, 1 മൈനസ് 0 തന്നെ വരും. പക്ഷെ ഇതിന് ഒരു ഡിറ്റർമിനന്റ് ഉണ്ട് ആ ഫോർവേഡ് പാത്തിന്. ഓക്കെ, അതാ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ആൻസർ കിട്ടിയോ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ്, 44/23. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതുമ്പോഴത്തേക്കും 1 മൈനസ് ഓഫ് -2 -3 -4 -5 പ്ലസ് 2 നോൺ ടച്ചിങ്. ഓക്കെ വരും. സോ ആൻസർ ഈസ് 24 പ്ലസ് 20 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 14 പ്ലസ് 8, ദാറ്റ് ഈസ് 44 ഡിവൈഡഡ് ബൈ 23. ഓക്കെ, സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഈസ് യൂസ് ടു ഫൈൻഡ്. ഏതാണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ്? നമ്മൾ എന്തിനാ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് യൂസ് ചെയ്യുന്നത്? നമുക്ക് സ്റ്റെബിലിറ്റിയെ പറ്റി വല്ല ഇൻഫോർമേഷൻ ഇപ്പൊ ഈ പറഞ്ഞൊക്കെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഒറ്റ ഒരു കാര്യം തരുള്ളൂ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം തരും. ഓക്കെ, അല്ല സ്റ്റെബിലിറ്റി, കൺട്രോളബിലിറ്റി, പോൾസ് ഓഫ് ദ സിസ്റ്റം, ബിക്കോസ് പോൾ എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്റ്റെബിലിറ്റി പറയാൻ പറ്റും. ബാക്കി ഒന്നും ഇത് തരില്ല. സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഈസ് യൂസ് ടു ഇറ്റ് ഗീവ്സ് ഓൺലി ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓക്കെ, ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, പാരലായിട്ട് ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഫോർവേഡ് പാത്ത് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു നോക്കിക്കേ, എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട് ഇവിടെ? ഓക്കെ, ഈ ഒറ്റ ഒരു ഫോർവേഡ് പാത്ത് അല്ലേ ഉള്ളൂ. ഏതാ ഇവിടെ ഫോർവേഡ് പാത്ത് ഗെയിൻ പറയാവോ നിങ്ങൾക്ക്? ഒറ്റ ഫോർവേഡ് പാത്തേ ഉള്ളൂ. P1 എത്രയാ പറയാവോ? P1 6/x². അല്ല, ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് പോകുന്ന ഒറ്റ ഒരു ഇതല്ലേ ഉള്ളൂ, ഇതല്ലേ ഉള്ളൂ, ഇതല്ലേ അല്ലേ? നോക്കിക്കേ, ദിസ് ഈസ് ദ ഫോർവേഡ് പാത്ത്. ഓക്കെ, ഇപ്പം 6/, എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അങ്ങാണ്ടായിരിക്കും എടുത്തല്ലേ? അങ്ങനെ എടുക്കാൻ പാടില്ല. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാ. അതുപോലെ തന്നെ തിരിച്ചു വരാനും പാടില്ല. ഫോർവേഡ് പാത്ത് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്കാ, തിരിച്ച് ഒരു നോഡും അതിനെ വരാൻ പാടില്ല, നമുക്ക് തിരിച്ചു വരാനും പാടില്ല. അപ്പൊ ഒറ്റ ഒരു ഫോർവേഡ് പാത്തേ ഉള്ളൂ, ദാറ്റ് ഈസ് ഈ ആറിൽ നിന്ന് സിയിലോട്ട്. ഇതാണ് ആ ഫോർവേഡ് പാത്ത്. ഓക്കെ, അപ്പൊ ഇവിടെ P1 എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കണേ, 1. ഓക്കെ, ഒറ്റ ഒരു ഫോർവേഡ് പാത്തേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ഈ ഫോർവേഡ് പാത്തിൽ ടച്ച് ചെയ്യാത്ത ലൂപ്പുകൾ ഉണ്ട്. സോ ഡെൽറ്റ 1 എഴുതാം. ഡെൽറ്റ 1 ഇസ് ഈക്വൽ ടു, ഓക്കെ, 1 മൈനസ് ഓഫ്, അതങ്ങ് ഓപ്പൺ ചെയ്ത് ഞാൻ എഴുതുവാണ്. 1 പ്ലസ് 1 എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ ലൂപ്പ്
അല്ലെ, ഈ ലൂപ്പിനകത്ത് ടച്ചിങ് അല്ല. ദാറ്റ് ഈസ് -3 × 1/s. അത് മൈനസ് വെച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ 3/s വരും. ഓക്കെ, 3/s. ഓക്കെ, പിന്നെ ഒരു ലൂപ്പും കൂടി ടച്ചിങ് അല്ല. ഏതാ പറയാവോ? ആ ലൂപ്പിന്റെ ഗെയിൻ പറയാവോ? ഒന്ന് ദേ ഈ ലൂപ്പും ആ ഫോർവേഡ് പാത്തിൽ ടച്ചിങ് അല്ല. സോ again മൈനസ് ഓഫ് വരും. ഞാനങ്ങ് പ്ലസ് ആക്കി എഴുതുകയാണ്. അപ്പൊ പ്ലസ് അവിടെ വരുമ്പോഴത്തേക്കും 6ഉം 1/sഉം പിന്നെ വരുന്നത് ആ -4 വരും. ആ മൈനസും കൂടി പ്ലസ് ആക്കി എഴുതാണ്. ബിക്കോസ് ഇവിടെ ഓൾറെഡി ഒരു മൈനസ് വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്തു. സോ 24/s എന്ന് വരും. ഓക്കെ ഓക്കെ, സോ ഇതിനെ ദാറ്റ് ഈസ് s + 27 ഡിവൈഡഡ് ബൈ s എന്ന് വരും. Δ1. ഓക്കെ, ചെയ്ത് നോക്കിക്കോളൂ. ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, അപ്പം ജിയോപ്പസിന് പിന്നെ എത്ര ലൂപ്പ് ഉണ്ട് ഇവിടെ? എത്ര ലൂപ്പ് ഉണ്ട്? 3 ലൂപ്പ് ഉണ്ട്. ഒരു ലൂപ്പ് L1 എന്ന് പറയുന്നത് ഇതായിട്ട് എടുക്കാം നമുക്ക്. ഓക്കെ, സോ ഓക്കെ, ഏതായാലും കുഴപ്പമില്ല. ഓക്കെ ഫൈൻ. ഒരു ലൂപ്പ് ഒന്നിത് ഞാൻ ആ ഒരു ഓർഡറിൽ എടുക്കാം. ഓക്കെ, അപ്പൊ L1 എന്ന് പറയുമ്പോഴത്തേക്കും -3/s. രണ്ടാമത്തെ ലൂപ്പ് L2 എന്ന് പറയുന്നത് ഏതാണ്? L2 എന്ന് പറയുന്ന ലൂപ്പ് എന്ന് പറയുന്നത് ഇതായിട്ട് എടുക്കുക. ദിസ് ഈസ് ദ ലൂപ്പ്. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, -24/s. ഓക്കെ, ഒരു ലൂപ്പ് കൂടിയുണ്ട്, അതാണ് ഈ ലൂപ്പ്. ഓക്കെ, -2/s. ഓക്കെ, ഇതിനകത്ത് ഏതൊക്കെയാണ് നോൺ ടച്ചിങ് ആയിട്ടുള്ള ലൂപ്പ്? ഈ ലൂപ്പും നോൺ ടച്ചിങ്. ഓക്കെ, സോ L1 ആൻഡ് L3. ആൻസർ കിട്ടിയോ? ഓപ്ഷൻ ഓക്കെ, രണ്ടും നോൺ ടച്ചിങ്. ഓക്കെ, therefore ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു ഓക്കെ P1 ഉണ്ട്, Δ1 ഉണ്ട്. P1 × Δ1 ന്യൂമറേറ്ററിൽ വരും. സോ s പ്ലസ്, സൂക്ഷിച്ച് സിംപ്ലിഫൈ ചെയ്യുക. ലൂപ്പൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓപ്ഷൻ അത്രയും വരുമ്പോഴത്തേക്കും നമ്മൾ ആ സിംപ്ലിഫിക്കേഷനകത്ത് നിങ്ങൾ ചെയ്യണം. ചെയ്ത് പഠിക്കുമ്പോഴും ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജസ്റ്റ് എഴുതി പോകരുത്. മീൻസ് ലാസ്റ്റ് ആൻസറിലേക്ക് എത്തുന്ന രീതിയിൽ വേണം മേസൺ ഫോമിൽ ചെയ്ത് പഠിക്കാനായിട്ട്. ഓക്കെ, അല്ലാതെ ജസ്റ്റ് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. അതിനെ സിംപ്ലിഫൈ ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, സോ 1 ഇവിടെ വരുമ്പോഴത്തേക്കും ഓരോ ലൂപ്പും വരുവാണെങ്കിൽ -3/s, -24/s, മൈനസ് ആൻസർ കിട്ടിയോ? ആണെങ്കിൽ ഞാൻ വേഗം ചെയ്യാം. നോൺ ടച്ചിങ് ലൂപ്പുകൾ ഏതൊക്കെയാണ്? -2/s, L1, L3 വലിയ -3/s. ഓക്കെ, ആൻസർ കിട്ടിയ ആർക്കെങ്കിലും? ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് നോക്കിക്കോളൂ. ദാറ്റ് ഈസ് s + 27 ഡിവൈഡഡ് ബൈ s ഡിവൈഡഡ് ബൈ, ഇനി ഇവിടെ 1 + 3/s ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഒരു 1 + 3/s, മറ്റേതും ഇവിടെ 6/s² ഒക്കെ വരും. ഓക്കെ, ഇതെല്ലാം കൂടി നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാം. LCM എടുത്ത് ഈ ടേം എല്ലാം കൂടി സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പം 1 + 29/s വരും. ഓക്കെ, ഇത് അല്ലെ 24, 3, 27, 2, 29 മൈനസ് വെച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ അത് വരും. പിന്നെ ആ ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോഴത്തേക്ക് 6/s². ഓക്കെ, സോ ദാറ്റ് ഈസ് എങ്ങനെയാ എഴുതാൻ പറ്റുക? നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ അതായത് ഡിനോമിനേറ്ററിൽ s² വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്ററിൽ എന്ത് വരും? ഡിനോമിനേറ്ററിൽ വരുന്നത് s². LCM എടുത്തിട്ട് s² + 29s + 6 വരും. ഓക്കെ, മുകളിൽ ഇവിടെ ഒരു s ഉണ്ടല്ലോ, ആ എസും ആ ഡിനോമിനേറ്ററിൽ s² കൂടി ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് s × s + 27. ഓക്കെ, ഒരു s² താഴെ ഉണ്ടായിരുന്നു, ആ s മുകളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇവിടെ ഈ s കിട്ടുന്നത്. ഓക്കെ, സോ s × s + 27/s² + 29s + 6. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി. എല്ലാം ഒരു 1 മിനിറ്റ് ആ ഒരു ടൈമേ എടുക്കാവുള്ളൂ. വേഗം വേഗം സോൾവ് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുകൊണ്ട് ഞാൻ എടുത്തത്. ഓക്കെ, പലപ്പോഴായിട്ടും ISRO എക്സാമിനേഷനും അല്ലെങ്കിൽ IAS ലെവലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണിത്. ഓക്കെ, ഇതിന്റെ ആൻസർ പറയാവോ? വേഗം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയത്. ആൻസർ ഒന്ന് ഒറ്റ ഫോർവേഡ് പാത്ത് ആണുള്ളത്, ABCD. ഓക്കെ, പിന്നെ Δ1 എന്ന് പറയുന്നത് ഒന്നുമില്ല, എല്ലാ ലൂപ്പും അതിനകത്ത് ടച്ചിങ് ആണ്. ഓക്കെ, ഇനി ഏതൊക്കെ ലൂപ്പുകളുണ്ട്? ഒരു ലൂപ്പ് BE,
ഒരു ലൂപ്പ് CF അല്ലെ, ഒരു ലൂപ്പ് എന്ന് പറയുന്നത് DG. ഓക്കെ, നോൺ ടച്ചിങ് ലൂപ്പ് ഏതാണ്? L1 ആൻഡ് L3 ആർ നോൺ ടച്ചിങ്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും BEDG, നോൺ ടച്ചിങ് ലൂപ്പ്. ഓക്കെ, അപ്പൊ ഇനി x5/x1 അല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ x5/x1 എന്ന് പറയുന്നത് ഒന്ന് ഫോർവേഡ് ABCD. ഓപ്ഷൻ ഏതാ കിട്ടിയത്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഓപ്ഷൻ സി കിട്ടും ഡയറക്റ്റ്. BEDG. ഓക്കെ ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. ഇതും ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാ, ആ ഒരു സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, മേസൺസ് ഫോർമുല വെച്ച് ഡെൽറ്റ എന്ന് പറയുമ്പം P1 എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഫോർവേഡ് പാത്ത്? P1 എന്ന് പറയുന്നത് S⁻⁻1 അല്ലേ വന്നിരിക്കുന്നത്. അപ്പം ആ പവർ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഒരു P1 എന്ന് പറയുന്നത് നമുക്കിത് ഇങ്ങനെ പോകും. സോ S⁻⁻1 ഇൻറ്റു S⁻⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? S⁻⁻2. ഓക്കെ, ദാറ്റ് ഈസ് 1/s² എന്ന് എഴുതാം. ഓക്കെ, x⁻m ഇൻറ്റു x⁻n എന്ന് പറഞ്ഞാൽ x⁻m + n ആണ്. ഓക്കെ, ഒന്നത്. പിന്നുള്ള ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത് ഏതാണ്? ഇത് വരും. ഓക്കെ, സോ അവിടെ P2 എന്ന് പറയുന്നത് ഒറ്റ ഒരു S⁻⁻1 ആണ്. ദാറ്റ് ഈസ് 1/s. ഓക്കെ, നൗ അതേ കൂട്ട് Δ1 എന്ന് പറയുന്നത് 1 ആണ്. Δ2 എന്താണ്? 1 തന്നെയാണ്. ഓക്കെ, കാണാമല്ലോ. ഇനി ഡെൽറ്റ ഫൈനൽ ഡിനോമിനേറ്ററിലുള്ള ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 1 - ഏതൊക്കെ ലൂപ്പാ ഉള്ളത്? ഒന്ന്, നമുക്ക് ഈ ലൂപ്പ് എടുക്കാം. ഈ ലൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും -2 ഇൻറ്റു S⁻⁻1 S⁻⁻1 രണ്ടെണ്ണം വരും. സോ S⁻⁻2. ഓക്കെ, പിന്നുള്ളത് വരുന്നത് എന്താണ്? പിന്നുള്ള ലൂപ്പ് എന്ന് പറയുന്നത് ഇത് വരും. ഓക്കെ, ദാറ്റ് ഈസ് -4 S⁻⁻ വരും. പിന്നെ ഏതാ വരുന്നത്? ആൻസർ കിട്ടിയോ? ഇത് ലൂപ്പല്ല കേട്ടോ, ഇത് ലൂപ്പായിട്ട് എടുക്കല്ലേ, ഇത് ലൂപ്പല്ല, അത് ലൂപ്പല്ല. ഓക്കെ, പിന്നെ വരുന്നത്, പിന്നെ ഏതാ ലൂപ്പ് വരുന്നത്? പറഞ്ഞോളൂ. ഇതൊരു ലൂപ്പ് അല്ലേ? ദിസ് ഈസ് എ ലൂപ്പ്. ഓക്കെ, സോ -4. ഓക്കെ, ഇനി ലൂപ്പ് വല്ലതും ഉണ്ടോ? ഇനി ഏതെങ്കിലും ലൂപ്പ് ഉണ്ടോ? പറഞ്ഞ ഒരു ലൂപ്പ് കൂടി ഉണ്ട്, പറയാവോ? ഒന്നിത്, -2/s ആണ്. അതെ അതെ, ഒന്നിത്, ഇത്. ഓക്കെ, സോ -2s⁻. ഓക്കെ, ലൂപ്പ് കറക്റ്റ് കണ്ടുപിടിക്കണം. ഏതൊരു ലൂപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. ഓക്കെ, അപ്പൊ P1 ഉം P2 എല്ലാം കിട്ടി. നൗ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ഓപ്ഷൻ കിട്ടിയോ? ഓപ്ഷൻ ഏതാ കിട്ടിയിരിക്കുന്നത്? +1/s ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 5s² പ്ലസ്, സോൾവ് ചെയ്യണേ. ഡെൽറ്റ കിട്ടിയോ? ഓപ്ഷൻ കിട്ടിയോ ആർക്കെങ്കിലും? ഈ എന്താ, ഈ മൈനസിനെ അങ്ങ് പ്ലസ് പവർ ഇട്ട് ചെയ്താൽ മതി, അപ്പൊ എളുപ്പമാണല്ലോ. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ ഓപ്ഷൻ കിട്ടിയോ ആർക്കെങ്കിലും? S+1. ഓക്കെ, ഡിവൈഡഡ് ബൈ 5s² പ്ലസ് 6s പ്ലസ് 2 വരും. ഓക്കെ, ഞാൻ ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഇവിടെ ബൈ 2 ടൈം ചെയ്താൽ മതി, നെഗറ്റീവ് പവേഴ്സിനെ മാറ്റി ചെയ്താൽ മതി. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ A ആണ്. ഓക്കെ, ലൂപ്പ് നോക്കിയെടുക്കണം. അത് ലാസ്റ്റ് നമുക്ക് ചെയ്യാം, ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട്. ഓക്കെ, അടുത്തത് റൂത്ത് ഹെർവിറ്റ്സ് ക്രൈറ്റീരിയൻ. ഇത് ശരിക്കും ഇസ്രോയിൽ ISROയുടെ തന്നെ ഏതോ ഇയറിലെ ക്വസ്റ്റ്യനാ, കുറച്ച് മുമ്പുള്ള ഇയറാ, പിന്നെ അങ്ങോട്ടേക്കുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി ആണ്. സ്റ്റെബിലിറ്റി മാത്രം. ഓക്കെ, അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ഗ്രാഫിക്കലി ഒന്നും നമുക്ക് കാട്ടില്ല. ഗ്രാഫിക്കലി പിന്നെ വേണമെങ്കിൽ റൂട്ട് ലോക്കസ് ബോർഡ് പ്ലോട്ടിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഗ്രാഫിക്കലി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇത് അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം ആണ്. ഓക്കെ, ഇതും ഇസ്രോയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, ഇത് പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷനകത്ത് ഓപ്ഷൻ ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ഒരു മെത്തേഡ് അതാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വേറെ മെത്തേഡ് പറഞ്ഞോളൂ. പക്ഷെ നോക്കിയിട്ട് ഓപ്ഷൻ തന്നെ ട്രൈ ചെയ്ത് ചെയ്യുന്നതാവും എളുപ്പം. ഓക്കെ, അപ്പം ടി ഓഫ് എസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, അപ്പം ടൈം കൺസ്യൂമിംഗ് ആണ് എന്ന് വെച്ചാൽ ഓപ്ഷൻ ഓരോന്നും എടുത്ത് നോക്കുന്ന ഒരു ഇത് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഓപ്ഷൻ വെച്ച് ട്രൈ ചെയ്യുക, അല്ലാതെ ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം അങ്ങനെ പറ്റത്തുള്ളൂ. ബിക്കോസ് തന്നിരിക്കുന്ന ഇത് അപ്പം നമുക്ക് ഓരോ ഓപ്ഷൻ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ആദ്യം നമുക്ക് ഓപ്ഷൻ എ ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ശരിയാണെന്ന് അറിയത്തില്ല. ഓപ്ഷൻ എ എടുക്കുമ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിരിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷനകത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനാണ് മുകളിൽ തന്നിരിക്കുന്നത്. എസ് സ്ക്വയർ പ്ലസ് 10s പ്ലസ് 100. ഓക്കെ, ഓപ്ഷൻ വെച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ ടി ഓഫ് എസ് എന്ന് പറയുമ്പോഴത്തേക്കും മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? മാഗ്നിറ്റ്യൂഡിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. സോ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ടി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താ? ജിയോമേഗ അല്ലേ? ഓക്കെ, ചോദിക്കട്ടെ, എ പ്ലസ് ജെ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 500 ഡിവൈഡഡ് ബൈ, ഓക്കെ, ഈ എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജെ ഒമേഗ ദ ഹോൾ സ്ക്വയർ അല്ലേ? ഓക്കെ, ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് -1 ആണ്. സോ ജെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. ഓക്കെ ആണോ? അപ്പൊ ജെ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ശരിക്കും വരുന്നത്? അത് എന്തായിരിക്കും വരുന്നത്? ജെ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, ജെ സ്ക്വയർ ഒമേഗ സ്ക്വയർ. ജെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1, ജെ ഒമേഗ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം എസ് ആണ് ജെ ഒമേഗ. എസ് എന്ന് പറയുന്നത് എന്താണ്? എസ് ഇസ് ഈക്വൽ ടു ജെ ഒമേഗ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എസിന് ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ 500 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയറിന് പകരം ഇൻ ടേംസ് നമ്മൾ ആ ജിയോമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ വരുന്നത്? ഇത് മൈനസ് ഒമേഗ സ്ക്വയർ വരും. ഓക്കെ, എസ് സ്ക്വയറിന് പ്ലസ് 10 എസ് എന്ന് പറയുന്നത് ജിയോമേഗയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എസ് ജിയോമേഗ 10 പ്ലസ് 100. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 500 ഡിവൈഡഡ് ബൈ, ഓക്കെ, നമുക്ക് റിയൽ ടേം എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് എഴുതാം. റിയൽ ടേം എന്ന് പറയുന്നത് 100 റിയൽ ഇമാജിനറി അല്ല, റിയൽ നമ്പേഴ്സ്, ദാറ്റ് ഇസ് 100 മൈനസ് ഒമേഗ സ്ക്വയറിനെ ഒരുമിച്ച് എഴുതി പ്ലസ് 10 ജെ ഒമേഗ എന്ന് എഴുതി. ഓക്കെ, ദാറ്റ് ഈസ് 500 ഡിവൈഡഡ് ബൈ, എളുപ്പം കിട്ടുമായിരിക്കും, മനസ്സിലാൻ വേണ്ടിയിട്ട് എഴുതുന്നേ ഉള്ളത് ഞാൻ. ഇതാണ് അതിന്റെ ഒരു റിയൽ പാർട്ട് പ്ലസ് കോംപ്ലക്സ് പാർട്ടിനെ ജെ 10 ഒമേഗ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, നൗ യു കമ്പയർ ദിസ്. ഇതിപ്പോ എ പ്ലസ് ജെ ബി ഫോമിലല്ലേ? ഡിനോമിനേറ്റർ നോക്ക്. ഡിനോമിനേറ്റർ ഈസ് ഓഫ് ദ ഫോം എ പ്ലസ് ജെ ബി. വേർ എ എന്ന് പറയുന്നത് എന്താണ്? 100 മൈനസ് ഒമേഗ സ്ക്വയർ. ബി എന്ന് പറയുന്നത് എന്താണ്? ജെയുടെ കോഎഫിഷ്യന്റ് ആയ 10 ഒമേഗയാണ് ബി. ഓക്കെ, ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് കാണാം. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ? 500 എന്ന് പറയുമ്പോഴത്തേക്ക് കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ? അത് 500 തന്നെ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ കോംപ്ലക്സ് നമ്പർ വരുമ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതുമ്പോൾ എങ്ങനെയായിട്ടും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ? അപ്പം 100 മൈനസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർഡ് പ്ലസ് 10 ഒമേഗ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ വരും. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത് നോക്കിയേ. മാഗ്നിറ്റ്യൂഡ് ഈ തന്നിരിക്കുന്ന ഏത് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ആണ് മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ കിട്ടുന്നതെന്നാണ് ചോദിച്ചത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആൻ അണ്ടർസാമ്പിൾ സെക്കൻഡ് ഓർഡർ സിസ്റ്റം തന്നിരിക്കുന്നത് ഈസ് 5 at 0 റേഡിയൻസ് പെർ സെക്കൻഡ്. 0 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഒമേഗയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഒമേഗ 0 ആവുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ വാല്യൂ 5 ആണെന്ന്. 5 കിട്ടുന്നുണ്ടോന്ന് നോക്കാം. അപ്പൊ ഒമേഗ 0 ഇട്ട് കൊടുക്കണം. ഓക്കെ, ഫോർ ഒമേഗ ഇസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് എന്താ കിട്ടുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എത്ര കിട്ടും? 500 ബൈ എത്ര കിട്ടും? 500 ഡിവൈഡഡ് ബൈ ഇത് ഈ മാഗ്നിറ്റ്യൂഡിൽ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. 500 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 100 മൈനസ് 0 അല്ലേ വരുന്നത്? പ്ലസ് അപ്പൊ എത്ര കിട്ടും ആൻസർ? ടി എഫ് 0 ഇട്ട് കൊടുക്ക്. ജെ ഒമേഗയ്ക്ക് 0 ഇട്ട് കൊടുക്കുമ്പോ എത്ര കിട്ടും ഉത്തരം? 500 ഡിവൈഡഡ് ബൈ പറഞ്ഞോളൂ. റൂട്ട് ഓഫ് ഇത് ഒമേഗ സ്ക്വയർ 0 ആവത്തില്ലേ? സോ ബാക്കി ഈ ടേമും 0 ആവത്തില്ലേ?
അപ്പം √100² വരും. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 5 കിട്ടത്തില്ലേ? കണ്ടോ? അപ്പൊ ഓപ്ഷൻ എ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് കറക്റ്റ് അവർ പറഞ്ഞതുപോലെ കിട്ടി. അതായത് ω0 ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് 5 കിട്ടുന്നു. അത് സാറ്റിസ്ഫൈഡ് ആയി. നമ്മൾ ഈ ഒരു ഓപ്ഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, പക്ഷേ ഇതേ സംഭവം ω0 ഇടുമ്പം മറ്റേതിനകത്ത് ഏതെങ്കിലും സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ നമുക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ബാക്കി മറ്റു കണ്ടീഷനും കൂടി നമുക്ക് നോക്കാം. ചോദിച്ചിരിക്കുന്നത് എന്താ? പീക്സ് ടു magnitude peaks to 10/√3 at 5√2 radian second. 5√2 radian second ഇട്ട് കൊടുക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നത് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 10/√3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ T(0) അല്ലേ കണ്ടുപിടിച്ചത്. ഇതേ കൂട്ട് നമ്മൾ T of എത്രയാ പറഞ്ഞിരിക്കുന്നത്? ആൻസർ കിട്ടിയ ആർക്കെങ്കിലും 5√2 നോക്കാം. 5√2 നോക്കുമ്പോൾ 5 ബൈ ഓക്കെ ക്വസ്റ്റ്യനകത്ത് 5√2 ക്വസ്റ്റ്യനകത്ത് തെറ്റുണ്ടോ എന്നൊരു സംശയമുണ്ട്. 5√2 എന്ന് പറയുമ്പോൾ 100 മൈനസ് 525 2 50. ഓക്കെ, 5√2 ശരിയാണ്. ഓക്കെ, സോ 5√2 ഇട്ട് കൊടുക്കുമ്പോൾ എന്താ ഫോർമുല നമുക്ക് കിട്ടിയത്? എന്തായിരുന്നു? ഇതിനകത്തേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ ഫോർമുല ഇവിടെ ഒന്നുകൂടി എഴുതാം. 500/√100. ആൻസർ കിട്ടിയോ? ഓപ്ഷൻ ഏതാ? ഈ ഓപ്ഷനകത്ത് സാറ്റിസ്ഫൈഡ് ആയോ രണ്ടും? ഓക്കെ, ദാറ്റ് ഈസ് 500 ഡിവൈഡഡ് ബൈ ഇത് ഇസ്രോയിൽ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. So that is 100 minus what is omega? Omega 5√2. 5√2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 5 are 25, 2s are 50. Okay, 50 omega square 50 ആണ് ഹോൾ സ്ക്വയർ പ്ലസ് 10 ഒമേഗ അല്ലേ? 10 ഒമേഗ അഗെയിൻ സ്ക്വയർ ആണ്. ഓക്കെ, സോ ആൻസർ വരുമ്പോഴത്തേക്കും 10 into 5√2 the whole square, that is 50√2 the whole square വരും. എത്ര കിട്ടി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്? ചെയ്ത് നോക്കിയോ? 500/√of. ഓക്കെ, സിമ്പിൾ ആയിട്ട് ചെയ്യാം. 7,500 കിട്ടും. 100 minus 50 the whole square plus 50√2 the whole square. സിമ്പിൾ മാത്തമാറ്റിക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 500 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 50√3 എന്ന് എഴുതാം അല്ലേ? 50√3 എന്ന് എഴുതി കൂടായോ ഇതിനെ? അല്ലേ? 50√3 because 25 into 3 25,000 into 3 എന്ന് എഴുതാം. റൂട്ടിന്റെ അണ്ടറിൽ 7,000 ഇതിനെ. ഓക്കെ, എന്നിട്ട് പുറത്ത് വരുമ്പോഴത്തേക്കും ദിസ് ഈസ് 50 into √3 എന്ന് വരും. ആൻസർ 10/√3. കണ്ടോ? അപ്പൊ 10/√3 അതിപ്പോ അതും വേരിഫൈഡ് ആയി. മാഗ്നിറ്റ്യൂഡ് 0 റേഡിയൻസ് പെർ സെക്കൻഡിൽ 5 കിട്ടുന്നുണ്ട്. 5√2 മാഗ്നിറ്റ്യൂഡ് 10/√3 കിട്ടുന്നുണ്ട്. ഇത് ഏത് ഓപ്ഷനിലാണ് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്നത്? ഓപ്ഷൻ എയിലാണ് സാറ്റിസ്ഫൈഡ്. നമുക്ക് ആ ഒരു വഴിയേ ഉള്ളൂ, അങ്ങനെ ചെയ്ത് നോക്കാതെ പറ്റില്ല. ഓക്കെ, അപ്പം ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇതും ഇസ്രോയിൽ ചോദിച്ചിരിക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇസ്രോയുടെ ഏതോ ഒരു എക്സാം ആണ്. ഏത് എക്സാം ആണെന്നല്ല. ഓക്കെ, ഇത് എങ്ങനെയാ ആൻസർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയത്, അധികം കാൽക്കുലേഷൻ ഒന്നുമില്ല. നിങ്ങൾ ബോർഡ് പ്ലോട്ട് പഠിക്കുമ്പോൾ ബോർഡ് പ്ലോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയത്. ബോർഡ് പ്ലോട്ടിനകത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ ഓരോ പോളും. ഓക്കെ, ആ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഓരോ പോളിനും അത് പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോപ്പ് എത്രയാ? ഫോർ ഈച്ച് പോൾ. അതായത് ബോർഡ് പ്ലോട്ട് ഇല്ലേ? ബോർഡ് പ്ലോട്ടിനകത്ത് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും ഉണ്ട്, ഫ്രീക്വൻസി പ്ലോട്ടും ഉണ്ട്. അതിനകത്ത് ഈ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിനകത്ത് പോളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്ലോപ്പ് ഉണ്ട്. ഓരോ പോളും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -20 ഡെസിബെൽസ് പെർ ഡെക്കേഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ മൊത്തത്തിൽ എത്ര പോൾസ് ഉണ്ടെന്നാ സിസ്റ്റം? 14 പോൾസ്. അങ്ങനെ 14 പോൾസ് ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. സോ ഫോർ 14 പോൾസ് ടോട്ടൽ സ്ലോപ്പ് എത്രയായിരിക്കും? ടോട്ടൽ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു, ആൻസർ കിട്ടിയോ ആർക്കെങ്കിലും? -240. -2. ആൻസർ -240 ആണ്. ഇത് 240. ഓക്കെ, അതുപോലെ തന്നെ ഓരോ സീറോയും അപ്പൊ എത്ര എത്ര സ്ലോപ്പാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഓരോ സീറോയും പ്രൊവൈഡ് ചെയ്യുന്നത് +20 ഡെസിബിൾസ്.
ഒരു പോള് -20 ഡെസിബിൾസ് പെർ ഡെക്കേഡ്. ഡിനോമിനേറ്ററിൽ കിടക്കുന്നുണ്ട് നെഗറ്റീവ് വരുന്നത്. 0 ന്യൂമറേറ്ററിൽ കിടക്കുന്നതുകൊണ്ട് ഇറ്റ് വിൽ പ്രൊവൈഡ് +20 ഡെസിബിൾസ് പെർ ഡെക്കേഡ്. അപ്പൊ അങ്ങനെ എത്ര സീറോ ഉണ്ട്? 2 സീറോസ് ഉണ്ട്. 2 സീറോസ് മീൻസ് ടോട്ടൽ 20 × 2 ദാറ്റ് ഈസ് 40 ഡെസിബിൾസ് പെർ ഡെക്കേഡ് ആണ് സ്ലോപ്പ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മൊത്തത്തിലുള്ള സിസ്റ്റത്തിന്റെ സ്ലോപ്പ് എത്രയാണ്? therefore ടോട്ടൽ സ്ലോപ്പ് എന്ന് പറയുന്നത് -280. therefore the total slope എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ -280 plus this 40 that is -240 decibels per decade. ഓക്കെ, അതാണ് സ്ലോപ്പ്. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ 2 times ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് റിപ്പീറ്റ് ചെയ്യണമെന്നല്ല, ഇസ്രോയുടെ ഒരുപാട് എക്സാമിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഒരുപാട് സോൾവ് ചെയ്ത് നോക്കുക. IS ഗേറ്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിലായിരിക്കും ചോദിക്കാൻ സാധ്യതയും. IS അതേകൂട്ട് തന്നെ ഗേറ്റ് വളരെ ഹൈ ലെവൽ ഗേറ്റ് ചോദിക്കില്ല, കുറച്ചൊരു മനസ്സിലായല്ലോ, ആ ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക, ഏറ്റവും നല്ലത് അതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് റൂട്ട് ലോക്കസ്, ഇതിപ്പോ ബോർഡ് പ്ലോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇതിപ്പോ ചെയ്തത്. ഇത് നമ്മുടെ റൂട്ട് ലോക്കസ് അല്ല റൂത്ത് ഹെർവിറ്റ്സ് അറേ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടുപിടിക്കുന്ന ക്വസ്റ്റൻ ആണ് ഇത്. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തരുവാണെങ്കിൽ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ റൗത്തറെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നത് സ്റ്റേബിൾ ആവണമെങ്കിൽ ഉള്ള കെ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആണ്. കെ എന്ന് പറയുന്നത് ഗെയിൻ ആണ്. ഓപ്പൺ ലൂപ്പ് ഗെയിൻ്റെ ഏത് വാല്യൂസിനാണ് എന്താണ് ഈ സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻസർ ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് റൗത്തറെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. റൗത്തറെ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും s⁴ എങ്ങനെയാ ഇവിടെ? ഓക്കെ, അതിന് മുമ്പേ നമുക്ക് ഡിനോമിനേറ്റർ നോക്കാം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഒന്ന് എഴുതാം. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ നോക്കണേ ഇവിടെ. ഇതിന് ദാറ്റ് ഈസ് s × s² + s + 2 × s + 3. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്കും പ്ലസ് k is equal to 0 ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ഓക്കെ, ഇത് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഡിനോമിനേറ്റർ ആണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഓക്കെ, 99% ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്ക് ആ ന്യൂമറേറ്ററും കൂടി താഴെ ഡിനോമിനേറ്ററിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? s³ ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ s³ വരും. ഞാൻ മൊത്തത്തിൽ അങ്ങ് ഓപ്പൺ ചെയ്ത് എഴുതാം. ഓക്കെ, അതായത് ഈ s വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, s + 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ഇത്രയും ടേംസ് വരും. ഓക്കെ, ഹയർ ഡിഗ്രി ഉള്ളത് ആദ്യം എഴുതാം. s⁴ + s³ + 2s² + 3s³ + 3s² + 6s + k is equal to 0, or simplifying s⁴ + 4s³ + 5s². ആൻസർ കിട്ടിയോ ആർക്കേലും? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആൻസർ. ഇപ്പൊ റൗത്തറെ എഴുതുമ്പോഴത്തേക്ക് s⁴, 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 s⁴. ഓക്കെ, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ s⁴ എഴുതുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് അറിയാമല്ലോ അല്ലെ. 1 ഇവിടുത്തെ ഈ 1 എഴുതണം, 5 എഴുതണം, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളത് 1 5 k. പിന്നെ അടുത്ത് എഴുതുമ്പോൾ എന്താണ്? ഇത് 4 6. ഓക്കെ, 4 6. ഇനി അടുത്ത റോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയാ എഴുതുന്നത്? നെക്സ്റ്റ് ഇവിടെ ഈ റോ എങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നത്? 5 4s are 20 മൈനസ് this 6 ഡിവൈഡഡ് ബൈ ഇത്. ഓക്കെ, റൗത്തർ എഴുതുന്ന ഫോർമാറ്റ് ആണ്. അപ്പം 20 - 6 14, 14/4 വരും. ഓക്കെ, 14/4. അതുപോലെ തന്നെ ഇവിടെ അടുത്ത ടേം എഴുതാനായിട്ട് 4 × k മൈനസ് ഇവിടെ ഒന്നുമില്ല, ഡിവൈഡഡ് ബൈ 4 തന്നെ വരും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ k വരും.
ഓക്കെ. സിമിലർലി എസിന്റെ കോയഫിഷ്യന്റ് എഴുതാനായിട്ട് 14/4 into 6 മൈനസ് 4k ഡിവൈഡഡ് ബൈ 14/4 വരും. സിംപ്ലിഫൈ ചെയ്ത ടേം ഞാൻ എഴുതാം. 21 മൈനസ് 4k into 4 ഡിവൈഡഡ് ബൈ 14. ഓക്കെ. ദെൻ എസ് ടു ദ പവർ 0 ഉള്ളതാണ്. എസ് ടു പവർ 0 ഓർ 1. ഓക്കെ, അതെന്ന് പറയുന്നത് എന്തായിരിക്കും? കെ ആയിരിക്കും. സിമ്പിൾ ആയിട്ട് എഴുതാം. ബിക്കോസ് ഈ ടേം ഇൻറ്റു കെ ഡിവൈഡഡ് ബൈ ഈ ടേം തന്നെ വരും അല്ലേ? അപ്പൊ ഇവിടെ കെ വരും. ഓക്കെ, അങ്ങനെ റൗത്ത് അറേ കംപ്ലീറ്റ് ചെയ്യാം. ഇനി സിസ്റ്റം സ്റ്റേബിൾ ആണെങ്കിൽ എല്ലാ എലമെന്റ്സും സെയിം സൈൻ ചേഞ്ച് ഒന്നും വരാൻ പാടില്ല. സൈൻ ചേഞ്ച് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ 1 പോസിറ്റീവ് ആണ്, 4 പോസിറ്റീവ് ആണ്, 14/4 ഈസ് ഓൾസോ പോസിറ്റീവ്. സോ 21 മൈനസ് 4k ഈ ടേമും പോസിറ്റീവ് ആയിരിക്കണം, ഈ ടേമും പോസിറ്റീവ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടേമും ഗ്രേറ്റർ ദാൻ 0 ആകുന്ന രീതിയിലായിരിക്കണം കെയുടെ വാല്യൂ. ഓക്കെ, സോ 21 മൈനസ് 4k divided by 14 greater than 0 and k greater than 0. ഓക്കെ, അപ്പൊ ഇത് ചെയ്തു വരുമ്പം 21/4 കെയുടെ റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് ആയിരിക്കും. ദാറ്റ് ഈസ് 21/4 ആണോ 44 ആണോ കിട്ടുന്നത്? 4 ആണോ 44 ആണോ കിട്ടുന്നത്? 21 divided by 4. 4 അല്ലേ? സോറി, ഓപ്ഷൻ ഇവിടെ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. സോ താങ്ക് യു. മൾട്ടിപ്പിൾ പോളിന്റെ കാര്യം ഞാൻ ഗ്രൂപ്പിൽ ഒന്ന് റിമൈൻഡ് ചെയ്താൽ മതി, ഞാൻ ഇട്ടില്ലെങ്കിൽ അത് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.